അടുത്ത ചോദ്യം. ഇവിടെ ഇൻ ദിസ് പിക്ചർ എ ബി പാരലൽ ടു സി ഡി, വാട്ട് ഈസ് ആംഗിൾ പി ക്യു ആർ? പി ക്യു ആർ എത്രയാണെന്ന് കാണണം. ഈ ചിത്രത്തിൽ എ ബി എന്ന വര, ഈ വര സി ഡി എന്ന വര നമുക്ക് പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ക്യു ആർ, ഈ ആംഗിളാണ് കണ്ടെത്തേണ്ടത്. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അറിവുണ്ടായിരിക്കേണ്ട വിഷയം ഒന്ന്, നോക്കൂ, ഒരു ലൈനിനെ മറ്റൊരു ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിളുകളെ പറയുന്ന പേര് ലീനിയർ പെയർ എന്നാണ്. രേഖീയ ജോഡി എന്നാണ് പറയുന്നത്. അതിൻ്റെ തുക, രേഖീയ ജോഡികൾ 180 ഡിഗ്രി ആയിരിക്കും. എക്സാമ്പിളായിട്ട് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 120 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് കാണേണ്ടത് പി ക്യു ആർ ആണ്. വാട്ട് ഈസ് പി ക്യു ആർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി ക്യു ആറിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, പി ക്യു ഇങ്ങനെ നോക്കുമ്പോൾ പി ക്യു ആർ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ആകെ കോണളവെന്ന് പറയുന്നത് ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെയും സം എന്ന് പറയുന്നത് 3 കോണുകളും കൂട്ടിയാൽ കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇതൊരു ത്രികോണമായിട്ട് എടുക്കാം. ഒ എം ക്യു എന്നൊരു ത്രികോണമായിട്ടെടുത്താൽ പി ക്യു ആർ എന്നല്ല എടുക്കേണ്ടത്, ഒ എം ആർ എന്നെടുക്കാം. ചെറിയ ത്രികോണം. ഓക്കെ, എടുക്കുമ്പോൾ ഇത് 155ആണ്. അപ്പോൾ ഇത് രണ്ടും രേഖീയ ജോഡികളാണ്, ലീനിയർ പെയറാണ്. അപ്പോൾ 180 നിന്ന് 155 നമ്മൾ കുറക്കണം. അപ്പോൾ 25 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇത് 25 ആയി. ഇനി ഇവിടെ നോക്കൂ, ഇത് രണ്ടും ലീനിയർ പെയറാണ്. ഈ ലൈനിനെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും സം എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ഇത് 120 വരും. 180 നിന്ന് 60 കുറക്കും. ഇത് 120 കിട്ടി, ഇത് 25 കിട്ടി. അപ്പോൾ 120 പ്ലസ് 25 145 ആയി. ഈ 145 180 നിന്ന് കുറക്കുക. 180 മൈനസ് 145, അപ്പോൾ 35 ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 35 ഡിഗ്രി ആയിരിക്കും. അതായത് നമുക്ക് കാണേണ്ട കോൺ പി ക്യു ആർ എന്ന് പറയുന്നത് 35 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് 35 ഡിഗ്രി. ഡിയർ ചിൽഡ്രൻ, USS ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിലെ 4th ക്വസ്റ്റ്യനാണ്. എ ബി എന്ന വര സി ഡിക്ക് സമാന്തരമാണ്. എ ബി പാരലൽ ടു സി ഡി, ഇത് രണ്ടും പാരലൽ ലൈൻസാണ്. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് എക്സ് പ്ലസ് വൈ? ഈ എക്സിൻ്റെയും വൈയുടെയും സമ്മ്, അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് എക്സിൻ്റെ അളവ് എത്രയാണ്, വൈയുടെ അളവ് എത്രയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, മുന്നേ പറഞ്ഞിരിക്കുന്ന കാര്യം, രണ്ട് സമാന്തര വരകളെ, പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളുകളിൽ ഒരേ സ്ഥലത്തുള്ള, അതായത് ഇവിടെ ഈ മുകളിലുള്ള ഈ ആംഗിളും ഈ വരയുടെ മുകളിലുള്ള ആംഗിളിനെയും പറയുന്ന പേര് കറസ്പോണ്ടിങ് ആംഗിൾ എന്നാണ്. അതായത് സമാന കോണുകളെന്ന് പറയും. അത് ഈക്വലായിരിക്കും. ഈ വരയുടെ താഴെയുള്ള ഈ ആംഗിളും രണ്ടാമത്തെ വരയുടെ താഴെയുള്ള ഈ ആംഗിളും ഇതും ഒരേ സ്ഥലത്താണുള്ളത്, അല്ലേ? ഇതിന് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയും. സമാന കോണുകൾ, അത് തുല്യമായിരിക്കും. ഇവിടെ നോക്കും, അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയും, സി ഡി എന്ന് പറയും, രണ്ട് പാരലൽ ലൈൻസാണ്. അതിന് ക്രോസ് ചെയ്യുകയാണ് ഒരു ലൈൻ, കണ്ടോ? അങ്ങനെയാണെങ്കിൽ 80 എന്ന് പറയുന്ന ആംഗിളിന് തുല്യമായിട്ടുള്ള ആംഗിളാണെന്ത്? എക്സ്. അത് ഈ വരയുടെ മുകൾ ഭാഗത്ത്, ഇടത് ഭാഗത്ത് മുകളിലായിട്ട്, ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഇവിടെയും ഇത് രണ്ട് ഈക്വലാണ്. എക്സ് എന്ന് പറയുന്നത് 80 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രോപ്പർട്ടി കൂടി പഠിക്കണം. ഒരു പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ രണ്ട് കോണുകളുടെ പേരാണ് ആന്തര സഹകോണുകൾ. ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കും. കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് സപ്ലിമെൻ്ററി, രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതും സപ്ലിമെൻ്ററി ആണ്. ഇത് 60 ഡിഗ്രി, 60 ഡിഗ്രിയാണ്. ഇത് വൈ ആണ്. രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇതിൻ്റെ അളവ് 120 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത്, ഇപ്പോൾ എക്സ് നമുക്ക് കിട്ടി 80 ഡിഗ്രിയാണ്, വൈ കിട്ടിയത് 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്
80 പ്ലസ് 120 കിട്ടുന്ന അളവ് 200 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ അളവെന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 200 ഡിഗ്രി. നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതണം, എന്നിട്ട് സ്വയം ചെയ്ത് നോക്കണം. ഓക്കെ.